ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ ജൂലൈ മന്തിലേക്കുള്ള എക്സാമിൻ്റെ കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസിൻ്റെ കൗണ്ട്, സിലബസിൻ്റെ അനാലിസിസ്, സിലബസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ. എക്സാം എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ എന്നുള്ള എക്സാം ആണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഹാർബർ എഞ്ചിനീയറിലോട്ടാണ്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കാം. കാറ്റഗറി നമ്പർ വന്നിരുന്നത് 549/2025 ആയിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ വന്നിരുന്നത്. സോ 2025 ഏകദേശം പകുതിയോളം ആകുന്ന സമയത്ത് വിളിച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഇപ്പോൾ 2026 ആകുമ്പോഴേക്കും അതിന്റെ കൺഫർമേഷൻ വന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പി എസ് സിയുടെ തുടർച്ചയായിട്ടുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ വിളിച്ചിട്ടുള്ള എക്സാമുകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ഇയർ അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ എന്തായിരിക്കും അതിന്റെ എക്സാമുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. സോ 2025 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. 2026 ഇത് എക്സാമിന്റെ ഡേറ്റും വന്നിരിക്കുന്നു. എക്സാം നടക്കാൻ പോകുന്നു. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ പോസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കലാണ് നമുക്ക് എന്ത് വരുന്നത് ഇതിന്റെ പോസ്റ്റ് വരുന്നത്. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 8113, 8113 ആണ് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 8000 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൗണ്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു പീരീഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് കൂടി വരും. അപ്പൊ നമുക്കറിയാം, ഇതിൽ നിന്ന് എന്തായാലും ഒരു കുറഞ്ഞ എമൗണ്ട് ആളുകൾ മാത്രമായിരിക്കും അല്ലെ. അത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും അതിൽ നിന്ന് ഒരു 20 to 30% എന്ത് ചെയ്യാറുണ്ട്, കുറവ് വരാറുണ്ട്. സോ കുറച്ച് പേരും കൂടിയും ഈ ഒരു കൗണ്ടിൽ നിന്ന് കുറയും. ദെൻ എക്സാമിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അല്ലെ. ജൂലൈ 30 നമുക്ക് എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. സോ ജൂലൈ മന്തിലെ കലണ്ടറിലെ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ എക്സാം എന്ന് പറയാം അല്ലെ. ജൂലൈ 30, 31 ആണ് ഉള്ളത്. സോ ജൂലൈ 30 എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ എക്സാം ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ള ഈ ഒരു എക്സാം വരുന്നത്. ജൂലൈ 30 ആണ് എക്സാമിന്റെ ഡേറ്റ്, അത് ഓർത്തിരിക്കുക. ദെൻ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു പീരീഡ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 22-ാം തീയതി നമ്മൾ ഈ ഏപ്രിൽ 22-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയ് 11 വരെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11 ആണ്. സോ മെയ് 11 വരെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 11 ആണ്. മെയ് 11-ന് രാത്രി 12 മണി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. സോ ഓൾറെഡി ഇപ്പൊ 22-ാം തീയതി ഏപ്രിൽ 22 മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം പി എസ് സിയുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് നമുക്ക് 30-ാം തീയതിയാണ് എക്സാം വരുന്നത്. സോ ഒരു 16-ാം തീയതി, ജൂലൈ 16-ാം തീയതിക്ക് ശേഷം നമ്മളുടെ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇതാണ് നമ്മളുടെ നോട്ടിഫിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം കൗണ്ട് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് ആണ്. അപ്പൊ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സിലബസിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാറിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നത് എല്ലാ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. സോ അതിൽ മെക്കാനിക്കലുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്മളിത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ സിലബസും ടോട്ടൽ സിലബസും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഓരോ സെക്ഷനിലെയും ഇവിടെ നമുക്ക് 9 മൊഡ്യൂളുകളാക്കി തിരിക്കാം. ഈ 9 മൊഡ്യൂളുകളിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട് അല്ലെ. ആ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതിൽ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ITI ബേസ്ഡ് ക്വാളിഫിക്കേഷൻ എക്സാം ആയതുകൊണ്ട് ഇപ്പൊ നിമിന്റെ ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിലെല്ലാത്തിലും വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ IT ലെവലിൽ എക്സാം ആണ്. ഹയർ ക്വാളിഫിക്കേഷനിലെ ആളുകൾക്കും അത് കഴിഞ്ഞ് ഇക്വലന്റ് ആയിട്ട് തന്നെ അതിൽ കഴിഞ്ഞ തവണയൊക്കെ പോസ്റ്റിംഗ് നടന്നിരുന്നു എന്നുള്ള ഇതും കൂടിയും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ ആണ്. നമുക്കത് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരുന്നത് ഏകദേശം 17 മാർക്കിനാണ് കേട്ടോ. 17 മാർക്കിന് 17 മാർക്സ് എന്തിലാണ് കൊടുത്തിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനും അതിന്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനുമാണ്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഈ സിലബസിലെ ടോപ്പായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഡ്രാഫ്റ്റ്സ്മാൻ എന്നില്ല, ആ പോസ്റ്റിനോടുള്ള സിലബസ് കണക്ട് ചെയ്ത് വരുമ്പോൾ ശരിക്കും ഡ്രോയിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവിടെ വരുന്നത് 17 മാർക്കോളം അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മെക്കാനിക്കൽ ട്രേഡ് ആയതുകൊണ്ട് മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വേണം. സോ മെക്കാനിക്കൽ ട്രേഡ് ആയതുകൊണ്ട് മെഷീൻ ഡ്രോയിങ്, അതേപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻസ്, വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസ്, ഇത്രയും ഭാഗത്തു നിന്നും നമുക്ക് എന്ത് വരുന്നുണ്ട്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ ആകുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനും 20ഉം 17ഉം 37 മാർക്കിനുള്ള ഭാഗങ്ങൾ ഓൾറെഡി എവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു ഫസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്ന് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ഭാഗം തന്നെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരിക. കാരണം മാക്സിമം മെജോറിറ്റി ഓഫ് മാർക്സ് തന്നെ ഈ ഭാഗത്ത് നിന്ന് കവർ ആയി അല്ലെ. ഇനി പറയാൻ പോകുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്, മൂന്നാമത്തെ ഒരു മൊഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ എലമെന്റ്സ്, പവർ ട്രാൻസ്മിഷൻ ആൻഡ് അത് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ മെഷീൻ എലമെന്റ്സ് അതേപോലെ തന്നെ പവർ ട്രാൻസ്മിഷനും ആൻഡ് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസ് ഉൾപ്പെടുന്ന സമയത്ത് അതിന്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് തന്നെ ഉണ്ടോ പറയുന്നത്, അതും കൂടി ഉൾപ്പെടുന്ന സമയത്ത് അതിലൊരു 14 മാർക്ക് കൂടിയും. സോ ഇവിടെ നമുക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മാക്സിമം മാർക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, മാക്സിമം മാർക്ക്. അപ്പൊ നമ്മളിത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു 3 മൊഡ്യൂൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. then അതിന്റെ കൂടെ തന്നെ ഒരു 10 മാർക്കിന് ബോയിലറുകൾ, പമ്പ്, ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് കാര്യങ്ങളൊക്കെ ഒരു 10 മാർക്കിനും കൂടി അടുത്ത ഒരു 4ാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. then 5ാമത്തെ മൊഡ്യൂളിൽ പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ്, അതിന്റെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനും 8 മാർക്കിനും. അതേപോലെ തന്നെ മെട്രോളജി, അതിന്റെ കാൽക്കുലേഷൻസ് 9 മാർക്ക്. ലേ ഔട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ്, വർക്ക്ഷോപ്പ് ആൻഡ് കാൽക്കുലേഷൻസ് 5 മാർക്ക്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ്, ഓട്ടോ കാർഡ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് 12 മാർക്ക്. ഓട്ടോ കാർഡും കമ്പ്യൂട്ടർ ബേസിക്സും കാര്യങ്ങളും എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മുടെ ജോലിയുടെ തസ്തികയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണല്ലോ, ഡ്രാഫ്റ്റ്സ്മാൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തിന് വെയിറ്റേജ് കൂടുതൽ തന്നെ വരുന്നത് കേട്ടോ. സോ 12 മാർക്ക്. അതോടൊപ്പം തന്നെ സോളിഡ് വർക്ക്സ്, ഓട്ടോ കാർഡ് ഇൻവെന്റർ ഓർ 3D മോഡലിംഗ്, ഈ ഭാഗത്ത് നിന്നും 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് നമ്മളുടെ എക്സാം വരുന്നത്. സോ നിങ്ങൾ ചില മൊഡ്യൂളുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും നല്ല മാർക്ക് ഉണ്ട്, ബാക്കി ചില മൊഡ്യൂളുകൾക്ക് കുറച്ച് മാർക്കുള്ളൂ. അത് നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന പോലെ തന്നെ പോയാലും മതി. ഇതാണ് ടോട്ടൽ ഒരു സിലബസിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസ് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഫസ്റ്റ് ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്ങും അതേപോലെ തന്നെ അതിന്റെ പ്രൊജക്ഷൻസ്, ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ 17 മാർക്ക് എന്ന് പറഞ്ഞു അല്ലെ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ 17 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെയും നമുക്ക് ഒരു 3 സെറ്റ് ആക്കിയിട്ട് തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട പഠിക്കാനുണ്ട്, പിന്നെ അതിന്റെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻസും പഠിക്കാനുണ്ട്. അപ്പൊ 3 എണ്ണമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഒരു ITI ആണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇനിയിപ്പോൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഫസ്റ്റ് ബേസിക് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെ, അതേപോലെ തന്നെ മെഷീൻ ഡ്രോയിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മെഷീൻ ഡ്രോയിങ് അങ്ങനെ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. സോ ഡ്രോയിങ്ങിന്റെ ഇൻസ്ട്രുമെന്റ്സ്, അത് ഓരോ ഇൻസ്ട്രുമെന്റും എന്തിനു യൂസ് ചെയ്യുന്നു, അതുമായി ആ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. സോ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ജോമെട്രിക്കൽ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കണം, ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. ലെറ്ററിംഗ് ഉണ്ട്, ലെറ്ററിങ്ങിന്റെ പല സ്റ്റൈലും പല രീതിയിൽ ലെറ്റർ ചെയ്യുന്നതും അതിൽ റോങ് ആയിട്ടുള്ള ഡയമെൻഷനിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ലെറ്ററിംഗ് വരുന്നത്. കർവ്സ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്, ഡയമെൻഷനിങ് ചോദിച്ചിട്ടുണ്ട്, സ്കെയിൽസ്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഭാഗം, ഫസ്റ്റത്തെ ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത്. ദെൻ പിന്നെ പ്രൊജക്ഷൻസ് ആണ്. പ്രൊജക്ഷൻസ് നമുക്കറിയാം, നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഫസ്റ്റ് തുടങ്ങി അല്ലെ, പിന്നെ അതിനെ ബേസ് ചെയ്ത് ആ പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ടാണ്
നമ്മൾ പിന്നെ മെഷീൻ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കുക. സോ പ്രൊജക്ഷൻസ് എന്ന് പറയുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് വ്യൂസ്, പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ്, പ്രൊജക്ഷൻ ഓഫ് എ ലൈന്, അതേപോലെ തന്നെ പ്ലെയിൻ ഫിഗേഴ്സ്, സോളിഡ്സ്. ഇപ്പൊ ഈ ഐസോമെട്രിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസിലെ ഐസോമെട്രിക് പ്രൊജക്ഷന്, ഒബ്ലിക് പ്രൊജക്ഷന്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊജക്ഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരുന്ന കാര്യങ്ങൾ, നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്, നമ്മൾ ആദ്യം പോയിന്റ് പഠിക്കും, പിന്നെ ലൈന് പഠിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ഒക്കെ നോർമലി എപ്പോഴും ഒരു ഡ്രാഫ്റ്റ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളിൽ, ഇപ്പോൾ മെക്കാനിക്കലിന്റെ സിലബസ് ബേസ് ചെയ്ത് നടക്കുകയാണെങ്കിലും സിവിലിന്റെ സിലബസ് ബേസ് ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ അല്ലെ, എച്ച് പിക്ക് മുകളിൽ വി പിക്ക് താഴെ എന്നൊക്കെ പറഞ്ഞിട്ട്, എച്ച് പിക്ക് മുകളിൽ താഴെ വി പിക്ക് മുന്നിൽ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്, ലൈന്, പ്ലെയിൻ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ, സോളിഡ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. ദെൻ സെക്ഷണൽ വ്യൂസ്, ഹാഫ് സെക്ഷൻ വ്യൂ, ഫുൾ സെക്ഷൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരക്കുന്നുണ്ടല്ലോ അല്ലെ. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ്സ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രൊജക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിൽ മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ടോട്ടൽ 17 മാർക്സ് ആണ് വരുന്നത്. ഈ 17 മാർക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം നമ്മളുടെ 100 മാർക്കിൽ എക്സാമിലെ 17% എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ 17% മാർക്ക് ഇവിടെ തന്നെ വന്നു, ഏകദേശം ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നു. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് മെക്കാനിക്കൽ ഭാഗങ്ങളാണ് അല്ലെ, മെക്കാനിക്കൽ ഏരിയയാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നത്. ഏറ്റവും ടോപ്പ് മാർക്ക് ഉള്ളത്, ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ സിലബസിന്റെ മാക്സിമം ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്ന ഒരു 20% നമ്മുടെ എക്സാമിന്റെ 20% ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്നുള്ള രീതിയിൽ പറയാം. 20 മാർക്കാണ് നമുക്ക് അവിടെ സ്പ്ലിറ്റ് സിലബസിൽ അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ എന്തൊക്കെ ഉണ്ട്? സ്ക്രൂ ത്രെഡ്സ് ഉണ്ട്, സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്, ഫൗണ്ടേഷൻ ബോൾട്ട്, റിവെറ്റ്, വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് സിംബൽസ്, ട്രേഡ് തിയറി ഓഫ് ഫിറ്റിംഗ് ഷോപ്പ്, ടേണിംഗ് ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, മെഷീനിസ്റ്റ് ട്രേഡ്, ഷീറ്റ് മെറ്റൽ ഷോപ്പ്, ഫൗണ്ടറി, ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാൽക്കുലേഷൻസ്. ഈ ഒരു ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ആക്കിയിട്ട് എടുക്കാം പറയുന്നത്. അതായത് നമ്മൾ ഈ സ്ക്രൂ ത്രെഡ്, സ്ക്രൂ ഫാസ്റ്റിങ്സ്, ഫൗണ്ടേഷൻ ബോൾട്ട് കാര്യങ്ങൾ അല്ലെ, അത് നമ്മുടെ മെഷീനുമായി ബന്ധപ്പെട്ട തന്നെ, മെഷീൻസ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. ദെൻ റിവെറ്റ്, വെൽഡഡ് ജോയിന്റ്സ്, സിംബൽസ്, ഇതൊക്കെ നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. വെൽഡഡ് ജോയിന്റ്സ് ഉണ്ട്, വെൽഡഡ് ജോയിന്റ്സിന്റെ സിംബൽസ് ഉണ്ട്, അതിന്റെ സ്ട്രെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി റിവെറ്റ്, ടൈപ്സ് ഓഫ് റിവെറ്റ്, ആ റിവെറ്റുകളുടെ പല റിവെറ്റുകൾക്കും പല യൂസ് ആണ്. ഇപ്പൊ റിവെറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇന്ന റിവെറ്റ് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റിവെറ്റ് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മൾ മറ്റുള്ള എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തൊക്കെ നമ്മളിത് കാണുന്നതാണ്. ദെൻ അത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ ഫസ്റ്റത്തെ ഒരു ഭാഗത്തായിട്ട് സ്പ്ലിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രേഡുകൾ, നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഡിപ്ലോമക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു ജനറൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സംഭവം അറ്റൻഡ് ചെയ്യും. നമ്മൾ ITI ലെവലിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ITI എന്തുണ്ട്, ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ കുറേ അധികം ട്രേഡിലൂടെ കയറി ഇറങ്ങി പോകും അല്ലെ. ഫിറ്റിംഗിൽ പോകും, ടേണിംഗിൽ പോകും, ഫിറ്റിംഗിൽ പോകും, ടേണിംഗിൽ പോകും. ടേണിംഗിനാണ് നമ്മൾ മെഷീൻ ഷോപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നത്. മെഷീനിസ്റ്റ് ട്രേഡ്, അതേപോലെ തന്നെ വെൽഡിംഗ് ഉണ്ട്, നമുക്ക് ഷീറ്റ് മെറ്റൽ ഉണ്ട്, ഫൗണ്ടറി ഉണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള ട്രേഡുകളുടെ ഒക്കെ അതുമായി ബന്ധപ്പെട്ട തിയറി, അപ്പൊ അതിലുള്ള കുറച്ച് അതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ദെൻ പിന്നെ അടുത്തൊരു ഓട്ടോമൊബൈൽ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ IC എഞ്ചിൻ, EC എഞ്ചിൻ റിലേറ്റഡ് തിയറി, അതായത് നമ്മളൊരു എഞ്ചിനുമായി ബന്ധപ്പെട്ട കാര്യം മെക്കാനിക്കലിൽ തന്നെ വരുന്നതാണ് IC എഞ്ചിൻ. മാസ് പ്രൊഡക്ഷൻ, ഇന്റർചേഞ്ചബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടോളറൻസ് ആൻഡ് അലവൻസ്, ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്. ലിമിറ്റും ഫിറ്റും ടോളറൻസും എന്ന് പറയുന്നത് മെക്കാനിക്കലിലും നമ്മളുടെ ഈ ഒരു പവർ ട്രാൻസ്മിഷനോ മെഷീൻസ്, ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നിടത്തൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡ്രോയിങ്, നെയിം പ്ലേറ്റ് ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽസ്, ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് അല്ലെ, ലെയ്ത്തിൽ ഉപയോഗിക്കുന്നതും അതേ അറ്റാച്ച്മെന്റ് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിൽ മാസ്, വോളിയം, വെയിറ്റ്, ഡെൻസിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്നൊക്കെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലെ. ഇക്വേഷൻസ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യൂണിറ്റ് ഒക്കെ പഠിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. സോ ഇത് എല്ലാം തന്നെ മെക്കാനിക്കൽ ഭാഗമാണ്. കുറേ അധികം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ അല്ലെ. നമ്മൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുത്തു വരും.
സോ നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, മറന്നു പോയത് വീണ്ടും എന്ത് ചെയ്യുക, പൊക്കിക്കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. സോ 20 മാർക്കിന് ആണ് അടുത്ത ഈ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് കീ ഷാഫ്റ്റ്, കപ്ലിങ്സ്, ബിയറിങ്സ്, ഗിയർ ആൻഡ് ഗിയർ ഡ്രൈവ്, പുള്ളീസ്, ബെൽറ്റ് ഡ്രൈവ്, ഡ്രോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ് കാര്യങ്ങൾ. അതായത് നമ്മളുടെ ബിയറിങ്സ്, കപ്ലിങ്സും അതോടൊപ്പം തന്നെ പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. പവർ ട്രാൻസ്മിഷനിലാണ് നമ്മൾ ഗിയർ ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും അല്ലെ പുള്ളീസും കാര്യങ്ങളൊക്കെ പഠിച്ചില്ല. സോ പവർ ട്രാൻസ്മിഷന്റെ ഭാഗങ്ങളും പിന്നെ അതിൽ വർക്ക്, പവർ, ഹീറ്റ്, എനർജി, ടെമ്പറേച്ചർ, ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ അറൌണ്ട് 14 മാർക്സിനും വരുന്നുണ്ട്. ദെൻ ഫോർത്ത് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ പൈപ്പ് ഫിറ്റിംഗ്സ്, വാൾസ്, ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്, പമ്പ്, ബോയിലർ മൗണ്ടിങ്സ്, ആക്സറീസ്, ഹൈഡ്രോളിക് ആൻഡ് പ്രഷർ വെസൽസ്, ന്യൂമാറ്റിക്സ് ആൻഡ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത ഒരു 10 മാർക്കിനും വരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൾവുകൾ അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൾവുകൾ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട്, പൈപ്പിൽ ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സ്, അതേപോലെ ക്യാം ആൻഡ് ഫോളോവർ നമ്മൾ ഡിസൈനിന്റെ ഭാഗത്തൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ പമ്പുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പുകൾ, നമുക്ക് പമ്പിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോയിലറിൽ തന്നെ പല ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് വരുന്നുണ്ട്. പിന്നെ മൗണ്ടിങ്സും ആക്സസറീസും അല്ലെ, എന്തിനു വേണ്ടി മൗണ്ടിങ്സ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടി ആക്സറീസ് ഉപയോഗിക്കുന്നത്, മൗണ്ടിങ്സിനും ആക്സറീസിനും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു പോകണം. ഏതെങ്കിലും ഒരു ആക്സറി ചോദിച്ചിട്ട് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് ആക്സറീസിൽ വരുന്നത് താഴെ പറയുന്നതിൽ ആക്സറീസിൽ ഇല്ലാത്തത് ഏത്, അല്ലെങ്കിൽ മൗണ്ടിങ്ങിൽ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ സെക്ഷനിലായിട്ട് വരുന്നത് 10 മാർക്കിന്. ദെൻ 5th സെക്ഷനിലോട്ട് കയറുകയാണെങ്കിൽ 5th മൊഡ്യൂളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ്, അതിൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിൽ മെൻസുറേഷനും അതേപോലെ തന്നെ ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസും. അപ്പോൾ പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ് ആണ് നമുക്ക് 8 മാർക്കിനാണ് അടുത്ത 5ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. 9 മൊഡ്യൂളായിരുന്നു നമ്മൾ ഒന്ന് സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് 6th മൊഡ്യൂളിലോട്ട് പോവാണ്. മെഷറിംഗ് ടൂൾസ്, ഗേജസ്, അതേപോലെ ഇൻസ്പെക്ഷൻ ടൂള്, പ്രിസിഷൻ മെഷറിംഗ് ടൂൾസ്. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ ടൂളുകളുണ്ട്. ആ ടൂളുകളുടെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ ടൂളുകൾ എന്തിനു ഉപയോഗിക്കുന്നു, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു മെഷറിംഗ് ടൂൾസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെന്താ, അതേപോലെ തന്നെ പ്രിസിഷൻ മെഷറിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെ അതിലും വരും. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, അതിൽ ആ ഒരു സെക്ഷനിൽ വരുന്നത് ട്രിഗ്നോമെട്രി, ഫ്രിക്ഷന്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഏരിയ ഓഫ് കട്ട്, ആൾജിബ്ര, ഇലാസ്റ്റിസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വരുന്നു, ഈ ഒരു 6th സെക്ഷനിൽ വരുന്നു. അതിന് നമുക്ക് 9 മാർക്കിനാണ് അതിൽ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 7ാമത്തെ ഒരു സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അതിൽ ലേ ഔട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷന്റെ ലേ ഔട്ടുകൾ, അതേപോലെ അതിന്റെ പ്രോസസ് പാത്ത്, പിന്നെ ഹീറ്റ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ 7th മൊഡ്യൂളിൽ. അത് നമുക്കൊരു 5 മാർക്കിനാണ്. ചെറിയ മാർക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് 8ാമത്തെയും 9ാമത്തെയും എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, അതിന്റെ ടൂൾസ്, അതിൽ ഉപയോഗിക്കുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അതായത് 9ാമത്തെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് പറയുന്നുണ്ട്, ഓട്ടോകാഡിന്റെ 2D ബേസിക്സ്, ഓട്ടോകാഡ് 2D കമാൻഡ്സ് അല്ലെ, അതേപോലെ തന്നെ 3Dന്റെ ബേസിക്സ്, 3Dയിൽ ഉപയോഗിക്കുന്ന കമാൻഡ്സ്, റിലേറ്റഡ് ഫീച്ചേഴ്സ്, അസംബ്ലി ആൻഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഇൻ 2D ആൻഡ് 3D, പ്രിന്റിങ്, അതേപോലെ ഫയൽ പ്രിപ്പറേഷന് കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇത് നമ്മളുടെ ഓട്ടോകാഡാണ്. ഓട്ടോകാഡിൽ നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്, റിപ്പീറ്റേഷൻ ആകാതെ ഒന്നുകൂടി പറയാണ്. അതായത് ഇതിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ആയതുകൊണ്ട് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് വരക്കലും ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് അല്ലെ. സോ 12 മാർക്കാണ് നമുക്ക് അതിന്റെ ആ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കാൽക്കുലേഷൻസ് ആൻഡ് സയൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 9ാമത്തെ മൊഡ്യൂൾ നമുക്കൊരു 5 മാർക്കിന് സോളിഡ് വർക്ക്സും, അതേപോലെ തന്നെ സോളിഡ് വർക്ക്സ് അല്ലെങ്കിൽ ഓട്ടോകാഡ് ഇൻവെന്റർ ഓർ 3D മോഡലിംഗ് കാര്യങ്ങളാണ് എന്ത് വരുന്നത് അല്ലെ, ഈ ഒരു 9th മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇങ്ങനെ 9 സെക്ഷൻ ആയിട്ട് തിരിച്ച് നമുക്ക് ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സിലബസ് വരുന്നത്. അപ്പൊ സിലബസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിലബസിലെ ഓരോ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളിലും പഠിക്കേണ്ട കാര്യങ്ങൾ, അപ്പൊ നമ്മൾ കുറച്ചധികം സിലബസ് ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാണാനുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇരുന്നിട്ട് പഠിക്കണം, ഓരോ സെക്ഷൻസ് ഇരുന്നിട്ട് തന്നെ പഠിക്കണം. അപ്പൊ സിലബസ് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഈ ഒരു ഓവർസിയർ ഗ്രേഡ്
ഗ്രേഡ് 2 ഈ ഒരു ഗ്രേഡ് 3 കോംബോ ആയിട്ട് നമ്മൾ ഈ ഇറിഗേഷനും അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് PSCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതേപോലെ തന്നെ റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടാവും. എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡർ ക്ലാസ്സസും ആയിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്യാപ്സൂൾ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എന്ത് ഡൗട്ടുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ്, ഒരു ഫെസിലിറ്റിയോട് കൂടിയിട്ട് മെൻറ്ററോട് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു മെൻറ്റർ സഹായത്തോടു കൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ അറിയാത്ത സമയത്ത് നമ്മളത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു സമയം ഒരു മെൻറ്ററോട് ചോദിച്ചിട്ട് മെൻറ്റർ അത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കത് ക്യാച്ച് ആവുന്നതും ഒരു നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട്. സോ എപ്പോഴും മെൻറ്റർഷിപ്പോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ 3000-ൽ കൂടുതൽ 3000+ ടോപ്പിക് വൈസ് MCQ കാര്യങ്ങൾസ് അവൈലബിൾ ആണ്, നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫർ പ്രൈസിൽ കോഴ്സ് നൽകുന്നുണ്ട്. സോ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമുക്ക് കൺഫർമേഷന്റെ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ കൺഫർമേഷൻ വന്നു. അപ്പോൾ ഇനി കൂടുതൽ സമയം നമുക്ക് കളയാനില്ല, ആലോചിച്ചിരിക്കാനുള്ള കൂടുതലൊരു സമയമല്ല. നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. പെട്ടെന്ന് പഠിച്ചു തുടങ്ങിയിട്ട് ജൂലൈ 30-നാണ് നമ്മളുടെ എക്സാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ എക്സാമിൽ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. സോ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.